നമസ്കാരം. കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് പാലം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കരിക്കകത്ത് കോവളം ബേക്കൽ ജലപാതയിൽ പാർവതി പുത്തനാറിന് കുറുകെയാണ് ലിഫ്റ്റ് പാലം ഒരുങ്ങിയത്. കഴക്കൂട്ടം കാരോട് ദേശീയപാതയിലെ സർവീസ് റോഡിൽ നിന്ന് കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലേക്കാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. റിമോട്ട് കൺട്രോളർ കൊണ്ട് പാലം പ്രവർത്തിപ്പിക്കാനാകും. വൈദ്യുതിയിലും ജനറേറ്ററിലും പാലം പ്രവർത്തിക്കും. 100 ടണ്ണാണ് പാലത്തിൻ്റെ പരമാവധി ഭാരശേഷി. പാലത്തിൻ്റെ ട്രയൽ റൺ അടുത്ത ആഴ്ച നടത്താനാണ് അധികൃതരുടെ തീരുമാനം. കരിക്കകം ക്ഷേത്രത്തിലേക്ക് എത്താൻ മുൻപുണ്ടായിരുന്ന പാലം പൊളിച്ചു മാറ്റിയാണ് ലിഫ്റ്റ് പാലം നിർമ്മിച്ചത്. കോവളം ബേക്കൽ ജലപാതയിൽ സ്ഥാപിക്കുന്ന 3 ലിഫ്റ്റ് പാലങ്ങളിൽ ആദ്യത്തേതാണ് കരിക്കകത്ത് നിർമ്മാണം പൂർത്തിയായത്. ഹൈഡ്രോളിക് സംവിധാനം ഉപയോഗിച്ച് റോഡ് നിരപ്പിൽ നിന്ന് 5 മീറ്റർ വരെ ഉയർത്താനാകും എന്നതാണ് ലിഫ്റ്റ് പാലത്തിൻ്റെ പ്രത്യേകത. ഇവിടം ജലപാതയായതിനാലാണ് ലിഫ്റ്റ് പാലം നിർമ്മിച്ചത്. ജലപാത പൂർത്തിയാകുമ്പോൾ ജലവാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാനാണ് ലിഫ്റ്റ് പാലം രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചതും. 3.5 കോടി രൂപ ചെലവഴിച്ചാണ് ലിഫ്റ്റ് പാലത്തിന്റെ നിർമ്മാണം നടത്തിയത്. വാഹനങ്ങൾക്ക് കടന്നു പോകാനാകുന്ന ലിഫ്റ്റ് പാലം സ്റ്റീൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്.